ഹലോ, എല്ലാവർക്കും രാഗിതന്നെ വ്ളോഗ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ ഒരു ഹെയർ ട്രീറ്റ്മെൻറ്റുമായിട്ട് റിലേറ്റ് ചെയ്തൊരു വീഡിയോ ആണ്. ഞാൻ ഹെയർ ട്രീറ്റ്മെൻറ്റിന് വേണ്ടി പോകുന്നത് ഫെയറിലാണ് കേട്ടോ. ട്രിവാൻഡ്രത്ത് കണ്ണമ്മൂലിക്കടുത്തുള്ള, ഇവിടെ ട്രിവാൻഡ്രത്തുള്ളവർക്കെല്ലാം നന്നായിട്ട് അറിയായിരിക്കും, കാരണം അത്യാവശ്യം നല്ലൊരു സലൂണാണ്, ഇവിടുത്തെ ഒരു ഫേമസ് സലൂണാണ്. ഞാനൊരു 2 വർഷം മുന്നെയാണ് ഹെയർ ട്രീറ്റ്മെൻറ്റ് സ്റ്റാർട്ട് ചെയ്തത് കേട്ടോ. അതിന് മുന്നേ വരെ ഞാൻ ഒന്നും ചെയ്തിട്ടില്ല. ജസ്റ്റ് ഓയിൽ അപ്ലൈ ചെയ്യും, ഇടയ്ക്ക് ഷാമ്പു അപ്ലൈ ചെയ്യും, അത്ര മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. എൻ്റെ ഹെയർ എന്ന് പറഞ്ഞാൽ പക്ക സ്ട്രെയിറ്റും അല്ല, അതേസമയം ഒരുപാട് കേളിയും അല്ല, ഒരു ഇടത്തരത്തിലുള്ള ഒരു നേച്ചറാണ്. ഞാൻ അവിടെ ചെന്നിട്ട് ഫസ്റ്റ് ടൈം പറഞ്ഞത് എനിക്കൊരു നാച്ചുറൽ ലുക്കിലുള്ളൊരു സ്ട്രെയിറ്റ്, കാരണം സ്ട്രെയിറ്റനിങ്ങും സ്മൂത്തനിങ്ങും അല്ല, ഒരു സ്ട്രെയിറ്റ് ചെയ്യുകയും വേണം, എന്നിട്ട് ഒരു നാച്ചുറൽ ലുക്കിൽ കിടക്കുകയും വേണം. അപ്പോൾ അവർ പറഞ്ഞൊരു സജഷനാണ് റിലാക്സിങ് ചെയ്യാം, അതാകുമ്പോൾ കുറച്ചൊരു വേവി നേച്ചറിൽ ഒരു നാച്ചുറൽ ലുക്കിൽ കിടക്കുന്നു. അങ്ങനെ ഫസ്റ്റ് ടൈം ചെയ്തപ്പോൾ ഹെയറൊക്കെ കട്ട് ചെയ്തിട്ട്, ലെയർ കട്ട് ചെയ്തിട്ട് റിലാക്സിങ് ആണ് ചെയ്തത്. അന്ന് അടിപൊളിയായിരുന്നു കേട്ടോ. അതിനുശേഷം ഞാൻ റൂട്ട് മാത്രമേ ചെയ്യാറുള്ളൂ, കാരണം ഓൾറെഡി ട്രീറ്റഡ് ഹെയർ ആണല്ലോ താഴോട്ടുള്ളത്. അപ്പോൾ ഇപ്രാവശ്യം ഞാൻ വന്നപ്പോൾ അവരോട് ചോദിച്ചായിരുന്നു ഫുൾ ഹെയർ ഒന്ന് ചെയ്യുമോ എന്ന് ചോദിച്ചപ്പോൾ അവർ പറഞ്ഞു കുറച്ചുകൂടി ഡ്രൈ ആവും, അപ്പോൾ അത് ബ്രേക്ക് ചെയ്യാനുള്ള ചാൻസ് ഉണ്ട്. അപ്പം റൂട്ടല്ലേ ഇങ്ങനെ വളർന്നു വന്നിരിക്കുന്നത്, അപ്പം ആ ഒരു പോർഷൻ മാത്രം ചെയ്യാം. എൻ്റെ റൂട്ട് കണ്ടോ, അവിടെ കുറേ വളർന്നിട്ടുണ്ട്, ആ വളരുന്നത് കുറച്ചൊരു കേർവ്സ് വരും ഇങ്ങനെ. അപ്പോൾ അങ്ങനെ റൂട്ട് മാത്രം ചെയ്തു, ബാക്കി ഓൾറെഡി എൻ്റെ ട്രീറ്റഡ് ആണ്. പക്ഷേ കണ്ട ഒരു നാച്ചുറൽ ലുക്കിൽ തന്നെ കിടക്കും കേട്ടോ ഹെയർ. പിന്നെ നമ്മൾ ഫെയറിൽ പോകണമെങ്കിൽ രാവിലെ പോകണം. രാവിലെ 7 മണിക്ക് അവിടെ സ്റ്റാർട്ട് ചെയ്യും, 7:30 ഫസ്റ്റ് സ്ലോട്ടാണ്. കുറച്ചുകൂടി കഴിയുമ്പോഴത്തേനും ഭയങ്കര തിരക്കായിരിക്കും കേട്ടോ. ഒന്നീ പ്രീ ബുക്ക് ചെയ്തിട്ട് പോകാം, അല്ല അവിടെ ചെന്നിട്ടാണെങ്കിലും രാവിലെ പോയാൽ കുറച്ച് തിരക്ക് കുറവുണ്ടായിരിക്കും. ഒരുപാട് പേര് പറഞ്ഞു കേട്ടിട്ടുണ്ട് ഹെയർ ട്രീറ്റ്മെൻറ്റ്സ് കഴിയുമ്പോഴത്തേക്കും നമ്മുടെ മുടി ഒരുപാട് പൊഴിഞ്ഞു പോവും. അങ്ങനെ ഞാൻ ഒരുപാട് പേരുടെ എക്സ്പീരിയൻസ് യൂട്യൂബ് വഴിയും അല്ലാണ്ട് നേരിട്ടും ഒക്കെ കേട്ടിട്ടുണ്ട്. പക്ഷേ എൻ്റെ ഒരു പേഴ്സണൽ എക്സ്പീരിയൻസ് വെച്ച് പറയുകയാണെങ്കിൽ എനിക്ക് ഒന്നും അങ്ങനെ ട്രീറ്റ്മെൻറ്റ് ചെയ്തതുകൊണ്ട് എനിക്ക് ഹെയർ ഒന്നും പൊഴിഞ്ഞു പോയിട്ടില്ല. അല്ലാണ്ട് ഡെയിലി നമുക്ക് കുറച്ച് മുടി പൊഴിയുമല്ലോ, അത് എല്ലാവരുടെ മുടിയും പൊഴിയുമല്ലോ, അതുപോലെ എനിക്ക് പൊഴിഞ്ഞു പോയിട്ടുള്ളൂ. പിന്നെ അതുപോലെ തന്നെ നമ്മൾ ഇടയ്ക്കൊക്കെ സ്പായും പ്രോട്ടീനും അങ്ങനെയൊക്കെ ചെയ്ത് കൊടുക്കണം. എൻ്റെ വീഡിയോ എത്ര നല്ല ക്ലിയർ ഒന്നും അല്ല കേട്ടോ, അതൊന്ന് ക്ഷമിച്ചേക്കണേ. നമ്മൾ ഫസ്റ്റ് ചെല്ലുമ്പോൾ തന്നെ നമ്മുടെ ഹെയറൊക്കെ നന്നായിട്ട് കഴുകി ക്ലീൻ ചെയ്തതിന് ശേഷം അവർ ജടയും അങ്ങനത്തെ സാധനങ്ങളൊക്കെ മാറ്റിയിട്ട് അതിനകത്ത് നമുക്ക് റിലാക്സിങ്ങിനുള്ള ക്രീം അപ്ലൈ ചെയ്യും. അത് കഴിഞ്ഞിട്ട് കുറച്ച് നേരം വെയിറ്റ് ചെയ്യണം. വെയിറ്റ് ചെയ്തതിന് ശേഷം അത് നന്നായിട്ട് വീണ്ടും വാഷ് ചെയ്യും. വാഷ് ചെയ്തിട്ട് ഹെയർ നന്നായിട്ട് ഡ്രൈ ചെയ്ത് സ്ട്രെയിറ്റ് ചെയ്യും. പിന്നെ അത് കഴിഞ്ഞിട്ട് ഇത് ഇപ്പോൾ സ്ട്രെയിറ്റ് ചെയ്തിരിക്കുന്ന ഒരു ലുക്കാണ് കേട്ടോ. അത് കഴിഞ്ഞിട്ട് പിന്നെ വീണ്ടും ഒരു ക്രീം അപ്ലൈ ചെയ്യും. വീണ്ടും ക്രീം അപ്ലൈ ചെയ്തിട്ട് പിന്നെ നന്നായി വാഷ് ചെയ്യും. വാഷ് ചെയ്തിട്ട് ഡ്രൈ ചെയ്തെടുക്കും. പിന്നെ ലാസ്റ്റ് അവർ സെറ്റ് ചെയ്ത് സെറോക്ക് അപ്ലൈ ചെയ്ത് തരും. പക്ഷേ എനിക്ക് തോന്നുന്നു ഒരു 3 പ്രാവശ്യം വാഷ് ചെയ്യുന്നുണ്ട് ഹെയറിൻ്റെ ഇടയ്ക്ക്, 2 പ്രാവശ്യം ക്രീം അപ്ലൈ ചെയ്യുന്നുണ്ട്, സ്ട്രെയിറ്റ് ചെയ്യുന്നുണ്ട്. അങ്ങനെ അത്യാവശ്യം കുറച്ച് പ്രോസസ് ഉണ്ട്. രാവിലെ പോയാൽ കുറച്ച് 2-3 മണിക്കൂറത്തെ പണിയുണ്ട് കേട്ടോ. അവിടെ നിന്ന് ഇറങ്ങിയപ്പോൾ എൻ്റെ ഫൈനൽ ലുക്ക് ഞാൻ താഴെ ഒന്നും ചെയ്തിട്ടില്ല, ഫ്രണ്ട് പോർഷൻ മാത്രമേ ചെയ്തിട്ടുള്ളൂ. ഇത് വന്നിട്ട് നെക്സ്റ്റ് ഡേ ഞാൻ പ്രോട്ടീൻ ട്രീറ്റ്മെൻറ്റ് വേണ്ടി പോകുന്നതാണ് കേട്ടോ ഫെയറിൽ. കാരണം എന്ന് വെച്ചാൽ നമ്മൾ ഹെയർ ട്രീറ്റ്മെൻറ്റ് ചെയ്യുമ്പോൾ ഒരുപാട് ഹീറ്റും കാര്യങ്ങളൊക്കെ അല്ലേ, അപ്പം നെക്സ്റ്റ് ഡേയോ അല്ലെങ്കിൽ അതിൻ്റെ നെക്സ്റ്റ് ഡേയോ ചെന്ന് ഒരു പ്രോട്ടീൻ ചെയ്യണമെന്ന് പറയും അവർ. അപ്പോൾ അത് ഞാൻ കറക്റ്റായിട്ട് ചെയ്യാറുണ്ട്. ചെയ്ത് ഹെയർ ട്രീറ്റ്മെൻറ്റ് കഴിഞ്ഞാൽ നെക്സ്റ്റ് ഡേ തന്നെ പോയിട്ട് ഇതിപ്പം പ്രോട്ടീൻ ട്രീറ്റ്മെൻറ്റിന് വേണ്ടി വന്നിരിക്കുന്നതാണ്. പിന്നെ ട്രീറ്റ്മെൻറ്റ് ചെയ്യുന്നതിൻ്റെ അന്ന് ക്ലിപ്സ് ഒന്നും യൂസ് ചെയ്യാൻ പാടില്ല, അതുപോലെ തന്നെ നമ്മളെ ഹെയർ കെട്ടി വെക്കാനോ അങ്ങനത്തെ കാര്യങ്ങളൊന്നും പാടില്ല, നമ്മളെ ഹെയറിൻ്റെ ആ ടെക്സ്ചർ അങ്ങ് പോകും. അതുപോലെ തന്നെ പറയുന്നൊരു കാര്യമാണ് ഓയിൽ യൂസ് ചെയ്യാൻ പാടില്ല എന്ന്. പക്ഷേ ഞാനാണെങ്കിൽ ഓയിൽ യൂസ് ചെയ്യുന്നൊരു ടൈപ്പും കൂടെ ആയിരുന്നു. പിന്നെ ഞാൻ എന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ കുറച്ച് നാളത്തേക്ക് ഓയിൽ യൂസ് ചെയ്യില്ല. അത് കഴിഞ്ഞ് പുതിയ മുടി പൊടിച്ച് വരുമല്ലോ, അപ്പം ഞാൻ സ്കാൽപ്പിൽ ചെറുതായിട്ട് ഓയിൽ അപ്ലൈ ചെയ്യും. അല്ലെങ്കിൽ എനിക്ക് ഒരുപാട് നാൾ ഓയിൽ യൂസ് ചെയ്തില്ലെങ്കിൽ തലവേദനയൊക്കെ വരും. ഓയിൽ യൂസ് ചെയ്യരുതെന്നാണ് പറയണത്, പക്ഷേ ഞാനങ്ങനെ ചെയ്യാറുണ്ട് കേട്ടോ. എനിക്ക് ചെയ്യാമോ ഇല്ലെന്നൊന്നും എനിക്കറിയത്തില്ല, ഞാനങ്ങനെ ചെയ്യാറുണ്ട്. അപ്പോൾ ഇതാണ് എൻ്റെ ഹെയർ. താഴോട്ട് നിങ്ങൾ നോക്കണ്ട, കാരണം താഴെ ഞാനൊന്നും ചെയ്തിട്ടില്ല, പഴയ ഹെയർ ആണ്. അത് ഇനി എനിക്ക് ലെയർ ചെയ്യാനുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇങ്ങനെ കിടക്കുകയാണ്. എനിക്കിപ്പം ലെയർ ചെയ്യണമെന്ന് തോന്നിയില്ല, കുറച്ച് ലെങ്തി ആയിട്ട് കിടക്കണമെന്ന് തോന്നി. ഇനി ഒരു 1 മന്ത് കൂടി കഴിഞ്ഞിട്ട് ഞാൻ പോയി ഹെയർ കട്ട് ചെയ്യുന്നുണ്ട്, പകുതിയാക്കുന്നുണ്ട് ഞാൻ ഹെയർ. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ. വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ മറ്റൊരു വീഡിയോയുമായി കാണാം. അതുവരേക്കും ടാറ്റ ബൈ ബൈ. ഓക്കെ, സീ യു. താങ്ക്സ് ഫോർ വാച്ചിങ്.